ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷമാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. ഒരു വലിയ പ്രസംഗം എന്നതിനേക്കാളും അപ്പുറം ഒരു ഭാഗം, ഒരു ദൂത് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, റൈറ്റ്, 11-ാമത്തെ അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം നിങ്ങൾ എടുത്തെങ്കിൽ നമുക്ക് വായിക്കാം. ആദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശേഷം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. പുതിയ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അത് തപ്പിയെടുക്കാൻ ഒത്തിരി പാടാണെങ്കിൽ റൈറ്റ്, സ്ക്രീനകത്ത് കാണുന്നതിൽ ഒത്തിരി പരിമിതിയുണ്ട്. നമുക്ക് എല്ലാം വ്യക്തമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ കാണാൻ വേണ്ട, കുഴപ്പമില്ല. ഇത് കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിക്കുക, അല്ല ബൈബിളിൽ തന്നെ എടുക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്ക്രീനകത്തൊക്കെ നമ്മൾ എഴുതുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ന്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ക്ഷീര കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ സമയം കൊണ്ട് നിങ്ങൾ ആ വാക്യം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചേർന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 11-ന്റെ 44 എടുത്തവർ ഒരുമിച്ച് വായിച്ചാട്ടെ. മരിച്ചവർ, അവന്റെ കാലും, അവസാനത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവന്റെ കെട്ടഴിക്കുവിൻ. അവിടെ തൊട്ട് ഒരുമിച്ച് വായിച്ചേ. അവന്റെ കെട്ട് അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇന്ന് പകൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, കെട്ടുകളെ അഴിക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? കെട്ടുകൾ അഴിക്കുന്ന ദൈവം. കെട്ടെന്ന് പറയുന്ന വാക്കിന് ബൈബിൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗം ബന്ധനം എന്നാണ്. ബന്ധനം. കെട്ടുകളുണ്ട്, ബന്ധനങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ സത്യത്തിൽ കണ്ണടച്ചിരുട്ടാക്കരുത് കേട്ടോ. സ്തോത്രം. കണ്ണടച്ച് എനിക്ക് പൈശാചിക ശക്തികളെ ഒത്തിരി ഉയർത്തി കാണിക്കുന്നതിൽ പണ്ട് ഇഷ്ടമുള്ള ഒരാളല്ല. എങ്കിലും ആ ഭാഗം നമ്മുടെ സഭയുള്ള ബന്ധത്തിൽ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ചർച്ചിനകത്ത് വരുന്ന മെച്ചോറിറ്റി ആൾക്കാരുള്ള ദൂതാണത്. കെട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ തരംതിരിച്ച് പറയാം. ബന്ധനത്തെ ഒത്തിരി വലുതായി കാണരുത്. ബന്ധനമുണ്ട് പാസ്റ്റേ, ഈ കറണ്ട് പോയ ബന്ധനം, മൈക്ക് ഓഫ് ആയ ബന്ധനം, അങ്ങനെ എല്ലാത്തിനും ബന്ധനം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒന്നും ബന്ധനമായിട്ട് കാണരുത്. എന്നാൽ ബന്ധനം ഇല്ലെന്ന് പറയാതിരിക്കാനും കഴിയില്ല. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ബന്ധനം ഉണ്ട്, പക്ഷെ ബന്ധനത്തെ വലുതായി കാണരുത്. ബന്ധനം ഇല്ലെന്നും പറയാതിരിക്കാൻ കഴിയില്ല. കണ്ണടച്ചിരുട്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത് പോലെ കെട്ടുണ്ട്, ബന്ധനമുണ്ട്. ഇവിടെ കെട്ടിയിരിക്കുന്ന കെട്ട് സ്തോത്രം ലാസറിനെ കെട്ടിയിരിക്കുന്ന കെട്ടാണ്. ലാസറിനെ കെട്ടിയിരിക്കുന്ന കെട്ടാണ്. ആ കെട്ടിനെ നോക്കി ദൈവം പറയുന്നു, കെട്ട് അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യേശുവാണ് മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് യേശുവിന്റെ വാക്കാണ്, യേശുവിന്റെ ശബ്ദമാണ്. അവൻ യേശു മരിച്ച ലാസറിനെ പുറത്തു വന്ന ലാസറിനെ നോക്കി ദൈവം പറയുന്ന വാക്ക്, യേശു പറയുന്ന വാക്കാണ്, അവന്റെ കെട്ട് എന്ത് ചെയ്യണം? അഴിക്കണം. ആരഴിക്കണം? നിങ്ങൾ അഴിക്കണം. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസറിനെ, മരിച്ചവനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്നിരിക്കെ അവന്റെ കെട്ടഴിക്കാനും ദൈവത്തിന് കഴിയും. സ്തോത്രം. പക്ഷേ പുറത്തു വന്ന ലാസറിനെ, അല്ലെങ്കിൽ വാക്കിനാൽ പുറത്തു വന്ന ലാസറിന്റെ കെട്ട് യേശു അഴിച്ചെന്നല്ല ഈ വാക്യം പറയുന്നു, നിങ്ങൾ അവന്റെ കെട്ടഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കെട്ട് ചിലപ്പോൾ ദൈവം അഴിക്കും, ചില കെട്ടുകൾ നമ്മൾ തന്നെ അഴിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടെ നിർത്തി ശാന്തമായിട്ട് പറയാം. ചില കെട്ടുകൾ ദൈവം അഴിക്കും, ചില കെട്ടുകൾ നമ്മൾ അഴിക്കണം. അത് ഞാൻ പറയുമ്പോൾ കെട്ടെന്ന് പറയുന്ന വാക്കിന് മറ്റൊരു വാക്ക് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ബന്ധനം എന്നാണ്. ഞാൻ ആ വാക്ക് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ബന്ധനം എന്നാണ്. ബന്ധനം. ഓക്കെ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 5 തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. 5 തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. ഒന്നാമത്തെ ബന്ധനം യോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. എടുക്കാൻ കഴിയുന്നിടത്തോളം എടുക്കണം. ഈ ചിന്ത നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ പല കുരുക്കുകളും അഴിയാൻ ഒരുപക്ഷെ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. തുറന്നേ യോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു ബന്ധനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു ബന്ധനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബന്ധനത്തെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. അവിടെ കിടക്കുന്ന ബന്ധനം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനിത് പറയുമ്പോൾ വേഗത്തിൽ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ ഭയങ്കരമായിട്ട് പോകും. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. അവൻ ഇടിച്ചു കളഞ്ഞാൽ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് സഹിച്ച ദൈവത്തെക്കുറിച്ചാണ്. ലീലേന്റി, ദൈവത്തെക്കുറിച്ചാണ്. ദൈവം ഇടിച്ചു കളഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യത്തില്ല? പണിയാൻ പറ്റത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക്, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ, അവൻ എന്ന് പറയുന്നത് ദൈവമാകട്ടോ. ദൈവം ബന്ധിച്ചാൽ ആർക്കും അതഴിക്കാൻ കഴിയില്ല. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ ബന്ധനം ഞാൻ പറയാം ശ്യാം ബ്രദറെ. ഒന്നാമത്തെ ബന്ധനം എന്ന് പറയുന്നത് ദൈവം ബന്ധിക്കുന്ന ബന്ധനങ്ങളാണ്. ക്രിസ്തു നമ്മളെ ബന്ധിക്കുമോ?
ക്രിസ്തു നമ്മളെ ബന്ധിക്കുമോ? ആ ചോദ്യം നിങ്ങൾ കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ക്രിസ്തു എല്ലാവരും ശ്രദ്ധിച്ചേ. ക്രിസ്തു നമ്മളെ ബന്ധിക്കുമോ? ക്രിസ്തു നമ്മളെ ബന്ധിക്കുമോ? ക്രിസ്തു നമ്മളെ ബന്ധിക്കും. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ റോയ് പാസ്റ്ററെ ആമേൻ പൗലോസ് പറയുക ക്രിസ്തുവിന്റെ ബന്ധനങ്ങൾ, അങ്ങനെ ഒരു വാക്യം ബൈബിളിനകത്തുണ്ട്, ക്രിസ്തുവിന്റെ ബന്ധനങ്ങൾ. അപ്പൊ ദൈവം നമ്മളെ ബന്ധിക്കും. ദൈവത്തിന്റെ ബന്ധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ കുരുക്കിയിടാനല്ല, നമ്മളെ പിടിച്ചു നിർത്താനാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ ആടിന്റെ കഴുത്തിനകത്ത് നിങ്ങളൊരു കയറ് ബന്ധിച്ച് ആ കയറിന്റെ മറ്റേ അറ്റം കുറ്റിക്കകത്ത് നിങ്ങൾ കെട്ടും. എന്തിനാ? ആടിന്റെ ജീവിതം തകർക്കാനാണോ? ആടിന്റെ ഭാവി അവസാനിപ്പിക്കാനാണോ? ആടിന്റെ ലൈഫ് തീർക്കാനാണോ? അല്ല. നിങ്ങൾ ആ സമയത്തേക്ക് ആടിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി രാത്രിയിൽ നിങ്ങൾ കുറ്റിക്കകത്ത് ബന്ധിച്ചിടും. ഇതുപോലെയാണ് ക്രിസ്തു ചിലപ്പോൾ നമ്മളെ ബന്ധിക്കും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ ബന്ധനങ്ങൾക്കകത്ത് ഞാൻ കിടക്കുകയാണ്. അപ്പൊ ദൈവം നമ്മളെ ബന്ധിക്കും. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്നവർ ദൈവത്തോട് ചോദിക്കണം, എന്നെ ബന്ധിച്ചവൻ മനുഷ്യനാണോ? എന്നെ ബന്ധിച്ചവൻ പിശാചാണോ? എന്നെ ബന്ധിച്ചവൻ ദൈവമാണോ? യേശുവിന്റെ ബന്ധനമാണ് നിങ്ങളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഭാരം വേണ്ട. ഒരു സമയം കഴിയുമ്പോൾ ദൈവം തന്നെ നമ്മളെ തുറന്നു വിടും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഒരു സമയം കഴിയുമ്പോൾ ആ കെട്ടുകളെ ദൈവം തന്നെ അഴിപ്പാനിടയായി തീരും. ഞാൻ ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളോട് നിസ്സംശയം പറയാം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ചില വഴി ബ്ലോക്കായി കിടക്കുന്നത്, നിങ്ങളുടെ ചില നന്മകൾ ബ്ലോക്കായി കിടക്കുന്നത് അതൊരു പക്ഷെ മനുഷ്യൻ ബന്ധിച്ചതായിരിക്കത്തില്ല, ഒരുപക്ഷെ പിശാച് ബന്ധിച്ചതായിരിക്കത്തില്ല, ഒരുപക്ഷെ അത് ക്രിസ്തുവിന്റെ ബന്ധനങ്ങളാകാൻ സാധ്യതയുണ്ട്. യേശുവിന്റെ ബന്ധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, യേശുവിന്റെ ബന്ധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഭാരം വേണ്ട. കാരണം ആ ബന്ധിച്ചവനെ തന്നെ ആ ബന്ധനം അഴിപ്പാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹന്നായുടെ ഗർഭപാത്രത്തെ അടച്ചത് പിശാചാണോ? ഹന്നായുടെ ഗർഭപാത്രത്തെ അടച്ചത് മനുഷ്യനാണോ? ഹന്നായുടെ ഗർഭപാത്രത്തെ അടച്ചത് ദൈവമാണോ? എന്താ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾ പറയാൻ പോകുന്നത്? ഹന്നായുടെ ഗർഭപാത്രത്തെ അടച്ചത് പിശാചല്ല, ഹന്നായുടെ ഗർഭപാത്രത്തെ അടച്ചത് മനുഷ്യനല്ല. വേദപുസ്തകം പറയുന്നു യഹോവ അവളുടെ ഗർഭപാത്രത്തെ അടച്ചു കളഞ്ഞു. അപ്പൊ ദൈവം ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. നിസ്സംശയം ഞാൻ പറയുന്നു, കർത്താവ് നമ്മളെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും, ദൈവം നമ്മളെ പിടിച്ചു നിർത്തും, ദൈവം നമ്മളെ കുരുക്കിയിടും. എന്തിനാണെന്നറിയാമോ? ഒരു ടൈം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതിയുള്ളത് കൊണ്ടാണ്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ മുഖഭാവം. ചിലർ അത് ഭയങ്കരമായും ആത്മാവിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ചില കൺഫ്യൂഷന്റെ തലങ്ങളെ ദൈവം ആത്മാവ് അഴിച്ചു മാറ്റും കേട്ടോ. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വഴി ബ്ലോക്ക് ആയത്? കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ചർച്ചിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും എനിക്കൊന്ന് ഇന്ന് പകലത്തെ മീറ്റിംഗ് ഒത്തിരി പേര് ഇല്ല. അപ്പോൾ അവർ പലരും വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആമൻ ഈ വിഷയം മുടങ്ങിക്കിടക്കുക, ഈ വിഷയം മുടങ്ങിക്കിടക്കുക, ഈ നന്മ മുടങ്ങിക്കിടക്കുക. വത്സമേ വാടക കൊടുത്തിട്ട് എത്ര നാളായി? 10 മാസമായി. വാടക കൊടുത്തിട്ട് 10 മാസമായി. 10 മാസം കൊണ്ട് നന്മയില്ല, 10 മാസം കൊണ്ട് വഴിയില്ല. എന്റെ ചോദ്യം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആരാധന ഹോളിനകത്തുണ്ട്, ഈ മീറ്റിങ്ങിനകത്ത് ഇരുന്ന് ആരാധിക്കുന്നുണ്ട്, എല്ലാം പ്രശ്നമാണ്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ നമ്മച്ചി. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഉദാഹരണം എടുക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. 10 മാസമായിട്ട് അവൻ വാടക കൊടുക്കാൻ കഴിയുന്നില്ല, വീട്ടുകാർ വഴിക്ക് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം വിട്ടോളം പറഞ്ഞില്ലേ, അതൊക്കെ പറയുന്നുണ്ട്, പഴിയുണ്ട്, ദുഷിയുണ്ട്, നിന്നയുണ്ട്. എന്റെ ചോദ്യം, ആരാധനയ്ക്ക് വന്നിട്ടും 21 ദിവസം ഉപവസിക്കാൻ കൂടെ ഇരുന്ന ഒരമ്മച്ചിയാ. പ്രായം കൊണ്ട് അനുവദനീയമല്ല, പ്രായം കൊണ്ട് ഉപവസിക്കാൻ പ്രാപ്തിയുള്ളതല്ല, പക്ഷെ നമ്മുടെ കൂടെ 21 ദിവസം ഫാസ്റ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്ത്. എന്റെ ചോദ്യം, ഈ 21 ദിവസത്തെ പ്രാർത്ഥന ദൈവം കണ്ടില്ലേ? ഈ 21 ദിവസത്തെ ആത്മതപന ദൈവം കണ്ടില്ലേ? ഈ 21 ദിവസം ദൈവം മറികടന്നു പോയോ? ഇല്ലച്ചാ, ദൈവത്തിന് ഇതെല്ലാം അറിയാം. പാസ്റ്ററായി എന്നെ വത്സമ്മ ഫോൺ ചെയ്ത് 10 മാസത്തെ വാടക കൊടുത്തില്ല എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആ വിഷയത്തെ നന്നായി അറിയാവുന്നൊരു ദൈവമുണ്ട്. എന്നിട്ടും എന്റെ ചോദ്യം, ആ വിഷയം കേട്ട സമയം മുതൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത വിഷയം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്നിട്ടും എന്റെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം വഴി തുറന്നില്ല? ഇങ്ങനെയുള്ള ബന്ധനങ്ങളെ നോക്കി ഞാൻ പറയുന്നു, ആ ബന്ധനം മനുഷ്യനിൽ നിന്ന് വന്നതല്ല, ആ ബന്ധനം പിശാച് ബന്ധിച്ചതല്ല. പിശാച് ബന്ധിച്ചതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം അത് അഴിച്ചേനമായിരുന്നു. പിന്നെ ആ വിഷയം വത്സമ്മാമയുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ദൈവം ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇന്ന് പകൽ ചില മനുഷ്യന്റെ മനസ്സിനകത്ത് തളം കെട്ടി നിൽക്കുന്ന ചോദ്യങ്ങളെ ദൈവാത്മാവ് യോഗത്തിനകത്ത് നിന്ന് എറേസ് ചെയ്ത് മാറ്റുന്നൊരു നല്ല പകല. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ ചില ചോദ്യങ്ങൾക്ക് ആത്മാവിൽ വിശ്വസിച്ചോ. യഹോവ അവളുടെ ഗർഭപാത്രം അടച്ചെങ്കിൽ യഹോവ തന്നെ അത് തുറക്കാൻ പോകുന്നത്. കാരണം അവന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. അവൻ ദാവീദിന്റെ താക്കോൽ പിടിച്ചവനാണ്. അവൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാനും കഴിയില്ല. ദൈവം ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ഈ വാക്യം പറയുന്നു, അവൻ ബന്ധിച്ചാൽ ആർക്കും അഴിക്കാൻ കഴിയില്ല. നിർത്തി ഞാൻ പറയാം, നിങ്ങളുടെ മക്കളുടെ ഭാവി, നിങ്ങളുടെ ആമേൻ സ്തോത്രം, വീട്ടിലെ ഭർത്താവിന്റെ ഭാവി, നിങ്ങളുടെ വീടിന്റെ ഭാവി ദൈവമാ ബ്ലോക്കാക്കി നിർത്തിയെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ, ഇവിടുത്തെ മെമ്പറോ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ, ഇവിടെ പണമുള്ളവനോ
നിങ്ങളടുക്ക വന്നാൽ ഇത് തുറക്കില്ല. കാരണം ബന്ധിച്ചവൻ ദൈവമാണ്. സ്തോത്രം. ബന്ധിച്ചവൻ ദൈവമാണ്. അത് ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നത്. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആർക്കും അഴിച്ചുവിടാൻ കഴിയില്ല. അപ്പൊ ദൈവം ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. മനസ്സിൽ കുറിച്ചു വെച്ചോ. ഒന്നാമത്തെ ബന്ധനം ദൈവത്തിന്റെ ബന്ധനം. വേദപുസ്തകം പറയുന്ന രണ്ടാമത്തെ ബന്ധനത്തിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ട വാക്യമാണ്. എടുത്തേ, ഇയ്യോബിന്റെ പുസ്തകം തന്നെ 38-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. പ്രധാനപ്പെട്ട വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്, വളരെ ഗൗരവത്തോടെ. 38-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. രണ്ടാമത്തെ ബന്ധനം അറിയാൻ താല്പര്യമുള്ളവർ തുറന്നേ 38-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. എടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചു കേൾപ്പിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം എടുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചു കേൾപ്പിക്കും. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? അടുത്തത്, മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? രണ്ടാമത്തെ ബന്ധനം കാർത്തികയുടെ ബന്ധനം. രണ്ട് മകയിരത്തിന്റെ ബന്ധനം. എന്താ ഈ കാർത്തികയുടെ ബന്ധനം? കാർത്തിക മകയിരം എന്നൊക്കെ പറഞ്ഞപ്പോ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു എനർജറ്റിക് വന്നു. കാർത്തിക ഭാഷയും മകയിരം ഭാഷയും ഓർമ്മയുണ്ടോ? ലീലേന്റെ കാർത്തിക ആണോ? അച്ചുവിനൊക്കെ ചിരി വന്നു. കാർത്തിക മകയിരം. ഈ സാധനം എന്താ? ഈ സാധനം ജാതീയ ബന്ധനങ്ങളാണ്. ജാതീയ ബന്ധനങ്ങൾ, ജാതിയുടെ ബന്ധനങ്ങൾ. ആമേൻ. ഹിന്ദു വിശ്വാസത്തിനകത്തായിരിക്കുമ്പോൾ, ശ്രദ്ധിച്ച, ഹിന്ദു വിശ്വാസത്തിനകത്തായിരിക്കുമ്പോൾ നമുക്കറിയാം ചൊവ്വാദോഷമുള്ള സഹോദരിമാരെ ആരും എന്ത് ചെയ്യത്തില്ല, കല്യാണം കഴിയുകയില്ല. അതൊരു ബന്ധനമാച്ചാ, അതൊരു ബന്ധനമാ. ഹിന്ദു വിശ്വാസപ്രകാരം അങ്ങനെ ഒരു ബന്ധനമുണ്ട്. മകയിരത്തിന്റെ ബന്ധനമുണ്ട്. പിന്നെ കാർത്തികയുടെ ബന്ധനമുണ്ട്. സ്തോത്രം. ഇതിനെ ജാതീയ ബന്ധനമെന്ന് ഞാൻ വിളിക്കും. ഇന്ന് പകൽ ഈ സഭ വിശ്വസിക്കാമെങ്കിൽ പാരമ്പര്യമായി ഇന്നലകളിൽ നിങ്ങൾ ജീവിച്ചു വന്ന ഹൈന്ദവ ആചാരത്തിന്റെ അനുഷ്ഠാന ക്രമങ്ങൾ ഇന്നും നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ യോഗത്തിനകത്ത് ദൈവം അതിനെ കരിച്ചു കളയോ? എത്ര പേർക്ക് ഇന്ന് പകൽ യെസ് ദ ഹോളി ലോർഡ് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു? ഒരു പക്ഷേ ഈ ദൂത് ഈ ആഴ്ച ചില വഴി തുറക്കാൻ സാധ്യതയുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്, വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുന്നു. നീ ജീവിച്ചു വന്ന പാരമ്പര്യത്തിന്റെ കെട്ടുകൾ, നീ ജീവിച്ചു വന്ന ഹൈന്ദവ ആചാരത്തിന്റെ കെട്ടുകൾ, മകയിരത്തിന്റെ കെട്ടുകൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കാർത്തികയുടെ കെട്ടുകൾ, ജാതീയ പോരുകളുടെ ബന്ധനങ്ങൾ ഇന്ന് പകൽ സ്വർഗം അത് അഴിച്ചു മാറ്റും. അഭിനായി സ്തോത്രം. ഇംഗ്ലീഷിൽ ഇതിനൊരു വാക്ക് ഞാൻ പറയാം. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന വാക്ക് ആസ്ട്രോളജി എന്നാണ്. നിങ്ങൾക്കറിയാം നക്ഷത്രങ്ങൾ. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ജനിച്ച നക്ഷത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറയേണ്ട കേട്ടോ. സ്തോത്രം. ജാതകമല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ നക്ഷത്രം ഏതാ, നിങ്ങളുടെ ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. സ്തോത്രം. കാരണം ജാതീയ മകയിരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ സ്വർഗത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒന്നും ഇത് ജാതീയ ബന്ധനത്തിനകത്തൊന്നും നോക്കരുത്. ഈ ചിലപ്പോ ചിലർ വീടിനകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം, നമുക്കറിയാം ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. കല്യാണങ്ങൾക്കൊക്കെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യാം പാസ്റ്റർ, ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യാം. അതെന്താ സ്തോത്രം? ബന്ധുക്കോസ് കാര്യം പറയുന്നതായിരുന്നു. ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യുക. അതെന്താ? അത് അമ്മാച്ചന്റെ മോനും കൂടെ വരാറുണ്ട്. അമ്മാച്ചന്റെ മോനൊന്നും അല്ല വരേണ്ടത്. സ്തോത്രം. പിന്നെ ആരാ വരണ്ടേന്ന് അറിയാമോ? ആരാ വരണ്ടേന്ന് അറിയാമോ? സമയം വന്നില്ല, ടൈം എത്തിയില്ല. രാഹു വന്നില്ല. അമ്മാച്ചന്റെ മോനൊന്നും അല്ല രാഹു വന്നില്ല പാസ്റ്റർ. പെന്തക്കോസുകാർ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പറയാം. സ്തോത്രം. നമ്മൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും ഇന്ന് രാവിലെ കർത്താവ് വന്നാൽ നമുക്ക് അങ്ങ് മേളിലോട്ട് പോകണമെങ്കിൽ ജാതീയ മേഖലകൾ നമ്മളെ കുരുക്കാൻ പാടില്ല. സ്തോത്രം. നിങ്ങളൊരു വീട് പണിയുമ്പോൾ ആ വീടിന് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരു വിഷയമാണ്. നമ്മുടെ വസ്തുവിനകത്ത് നമുക്കൊരു സ്തോത്രം, അതെ, ഒരു പെർമനന്റ് ആയിട്ട് നമുക്കൊരു ഹോൾ വേണം, അല്ലെങ്കിൽ അത്തരത്തിനകത്തൊരു ദൈവപ്രവൃത്തി നമുക്ക് വേണം. ആ വസ്തു നമുക്ക് കിട്ടിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മളത് പലതും പല രീതികളിലും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം അത് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ വന്ന് നോക്കി അതിങ്ങനെ അളക്കാൻ നേരം, കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ വന്ന് നോക്കിയപ്പോൾ പുള്ളി ഇങ്ങനെ അളക്കാൻ നേരം എന്നോട് ചോദിച്ചു, ഇതിന്റെ തെക്കോ വടക്കോ എന്നാണ് ചോദിച്ചു. ഇതിന്റെ വടക്ക് എവിടാ പാസ്റ്റേ? ഞാൻ ചോദിച്ചു അതെന്തിനാ? കിണർ കുടിക്കാൻ ഇതിന്റെ വടക്ക് എവിടാ? സ്തോത്രം. ഞാൻ പറഞ്ഞു എൻ്റെ തെക്കി കുടിച്ചാലും കുഴപ്പമില്ല, വടക്കേ കുടിച്ചാലും കുഴപ്പമില്ല, വെള്ളം കിട്ടണം, അത്രേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാൽ നമ്മൾ ഈ സാധനം നോക്കുന്നവരാ. പല്ലി ചിലച്ചാൽ ആണോ? എനിക്ക് മനസ്സിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നവരെ. ഇതേ വന്നിരുന്ന് കൈയടിച്ച് എത്ര ഇതേ കിടന്ന് ശബ്ദം ഉയർത്തി പായും വലിച്ചു കയറി കസേരയും തല്ലി പൊട്ടിച്ചാലും ഈ കെട്ടഴിയാതെ നമ്മുടെ ചില ജീവിതത്തിന്റെ വഴി തുറന്നു വരത്തില്ല. പല്ലി ചിലയ്ക്കുമ്പോൾ ആദ്യം പറയുന്ന സത്യം. സത്യം. ഇത് ജാതീയ കെട്ട സഹോദര. സ്തോത്രം. ഇത് ജാതീയ കെട്ട. സ്തോത്രം. വണ്ടിക്കകത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സഹോദരൻ പൂച്ച കുറുക്കിയാടിയപ്പം പറയും, ഷോ പൂച്ച കുറുക്കിയാടി, ഇനി പോകുന്ന കാര്യം എന്ത് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ചോദ്യം, നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് കുറുക്കിയാടുന്ന പൂച്ചയാണോ, ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനാണോ? വിശ്വാസമുള്ളവർ ആത്മാവിൽ പറ, എന്റെ ഭാവി നക്ഷത്ര പ്രകാരമല്ല,
എന്റെ ഭാവി സ്വർണ്ണത്തിലെ ദൈവം ഉദരത്തിനകത്ത് ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് നിർണയിച്ചത് ആ ബന്ധനത്തെ അറത്തു കളയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ രണ്ടാമത്തെ ബന്ധനം നക്ഷത്രപ്രകാരമുള്ള ബന്ധനം. എന്നാൽ മൂന്നാമത്തെ ബന്ധനം നിങ്ങൾ ശ്രദ്ധിക്കും. 107 സങ്കീർത്തനം അതിന്റെ 10 വാക്യത്തിലേക്ക് വാ. മൂന്നാമത്തെ ബന്ധനം 107. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനമാണല്ലോ 107 സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. അതിന്റെ 10 വാക്യത്തിലേക്ക് വാ. മൂന്നാമത്തെ ബന്ധനം അവിടെ കിടപ്പുണ്ട്. 107 സങ്കീർത്തനം അതിന്റെ 10 വാക്യം. അവിടെ നിന്നിട്ട് അച്ഛാ നിർത്തി വായിച്ചു. അതൊരു ദൂത ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അവിടെ മുതൽ ഗൗരവമായി ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുക. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിച്ചവൻ, അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തവൻ. അവൻ ചിന്തിച്ചത് ഞാൻ വചനത്തോട് മത്സരിച്ചാൽ എനിക്കിപ്പോ എന്നാ പ്രശ്നമെന്ന, അത്യുന്നതന്റെ ആലോചന നിരസിച്ചാൽ എനിക്ക് എന്നാ പ്രശ്നമെന്ന. എന്താ പ്രശ്നമെന്ന് അടുത്ത വാക്യത്തിനകത്തുണ്ട്. അവൻ ഇരുളിലും അന്ധതമസിനകത്തും ഇരുന്ന് 11 വാക്യം വായിച്ചേ. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. എന്റെ സഹോദരൻ, നീ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവനാണെങ്കിൽ, നീ അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുന്നവനാണെങ്കിൽ, നീ കിടക്കുന്നത് ഇരുട്ടിനകത്താ. ആമേൻ. അടുത്ത വാക്യം പറയുന്നു, അരിഷ്ടത നിന്നെ ബന്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ഭയങ്കര ഗൗരവമുള്ളൊരു വാക്കാ കേട്ടോ. എന്റെ കണ്ണുകളിലേക്ക് നോക്കിയ അരിഷ്ടത. ഇരുമ്പ് ചങ്ങല എന്ന് പറയുന്ന വാക്ക് ലിറ്ററലി ഉള്ള വേർഡാണ് അച്ഛാ. ഇരുമ്പ് ചങ്ങല, മകളെ, ഇരുമ്പ് ചങ്ങല എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരുത്തനെ ബന്ധിക്കുന്ന ബന്ധനമാ. നിങ്ങൾക്കറിയാം, യേശു കർത്താവ് ഗദരദേശത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ഭൂതം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുക. അവന് 2 ബന്ധനങ്ങളുണ്ട്. അറിയാമോ? വായിച്ചിട്ടുണ്ടോ വാക്യമൊക്കെ? അവന് 2 ബന്ധനങ്ങളുണ്ട്. ഒന്നാമത്തെ ബന്ധനം അവൻ പൊട്ടിക്കും. അത് ആര് ബന്ധിക്കുന്ന ബന്ധനമാ? അത് മനുഷ്യൻ ബന്ധിക്കുന്ന ബന്ധനമാ. എങ്ങനെയാ ബന്ധിക്കുന്നത്? അവന്റെ കൈക്കകത്ത് ചങ്ങലകൾ എന്ത് ചെയ്യും? ഇറുക്കിക്കെട്ടും. ആ ചങ്ങലകൾ അവൻ ഉരുമി. അപ്പൊ ഒന്നാമത്തെ ബന്ധനം പൊട്ടിക്കാൻ അവന് പ്രാപ്തിയുണ്ട്. എന്നാൽ അവന് രണ്ടാമത്തെ ഒരു ബന്ധനമുണ്ട്. അത് അവന്റെ മാനസിക മണ്ഡലത്തിൽ കെട്ടിയ ബന്ധനമാ. അവന്റെ മാനസിക തലത്തെ തകർത്ത് കളഞ്ഞ ബന്ധനമാ. തീരുമാനമെടുക്കാൻ കഴിയാതെ. സഹോദരങ്ങളെ, ഒരു വീടുണ്ടായിട്ടും വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ കഴിയത്തില്ല. ഒരമ്മയുണ്ടായിട്ടും അമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കുറെ സഹോദരങ്ങൾ ഉണ്ടായിട്ടും അവരെ കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം ചെയ്യാൻ കഴിയില്ല. അവന്റെ പാർപ്പുകൾ എവിടാന്നറിയാമോ? കല്ലറയ്ക്കകത്താണ്. അവന്റെ താമസം കല്ലറകളിലാണ്. അവന്റെ താമസം ശവങ്ങളോടുകൂടെയാണ്. ഇരുട്ടിന്റെ അന്ധതമസിനകത്ത് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒന്നാമത്തെ ബന്ധനം അവൻ ഉരുമിപ്പൊട്ടിക്കും. ആ ബന്ധനം മനുഷ്യൻ ബന്ധിക്കുന്ന ചങ്ങലയാ. ഒന്നാമത്തെ ബന്ധനം ഉരുമിപ്പൊട്ടിക്കാൻ അവന് ത്രാണി ഉണ്ടായിട്ടും അവന്റെ മാനസിക മണ്ഡലത്തിനകത്ത് പിശാച് ബന്ധിച്ച ബന്ധനത്തെ അവൻ ഉരുമിപ്പൊട്ടിക്കാൻ കഴിയില്ല. എന്നാൽ ആ ബന്ധനത്തെ തകർക്കാൻ യേശു ഗദരദേശത്തിനകത്തേക്ക് വരികയാണ്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാനസിക മണ്ഡലത്തിന്റെ പിരിമുറുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഡിസിഷനുകൾ എടുക്കാൻ കഴിയാതെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ, ഡിസിഷനുകൾ എടുക്കാൻ കഴിയാതെ നിന്റെ മനസ്സിനെ കൺഫ്യൂഷന്റെ തലത്തിലേക്ക് വഴിതിരിച്ചു മാറ്റുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ഇവിടെ കിടക്കുന്ന വാക്ക് അരിഷ്ടത അവന് ബന്ധനമാണ്. അരിഷ്ടത എന്ന് പറയുന്നത് അജയ് ബ്രദറെ, സത്യത്തിൽ അതൊരു എന്താ പറയുന്നേ, അതൊരു അരിഷ്ടത എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അരിഷ്ടത എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറിയ. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അത് ജീവിതത്തിന്റെ ഒരു ഭാവമായിട്ടങ്ങ് മാറുക. അരിഷ്ടത എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു ഭാവമായിട്ട് മാറുകയാണ്. ഈ മനുഷ്യൻ ഇപ്പോൾ അരിഷ്ടതയ്ക്കകത്ത് കിടക്കുക. ഈ അരിഷ്ടതയുടെ കെട്ടഴിക്കാൻ കർത്താവിനല്ല, നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സ്തോത്രം. കാര്യം എന്നറിയാമോ? ഈ അരിഷ്ടത വന്നത് നിന്റെ അനുസരണക്കേട് നിമിത്തമാണ്. അങ്ങനല്ലേ 10 വാക്യം വായിച്ചേ? ദൈവത്തിന്റെ വചനങ്ങളോട് നീ മത്സരിച്ചത് നിമിത്തം, അത്യുന്നതന്റെ ആലോചനയെ നീ നിരസിച്ചത് നിമിത്തം, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു പോയവർ. സ്തോത്രം. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ദൈവം തന്നെ താഴ്ത്തി കളഞ്ഞാ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തോട് പറയണം, എത്ര ദൂരം നമ്മൾ കർത്താവിനെ വിട്ട് മാറിപ്പോയോ അത്രയും ദൂരം നമുക്ക് തിരിച്ചു നടക്കണം. റൂട്ട് നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരു വണ്ടി യു ടേൺ എടുക്കുന്നത് പോലെ എവിടൊക്കെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ആമേൻ പരാതി പറഞ്ഞോ, കളിയാക്കിയോ, ചിരിച്ചോ, ആമേ സ്തോത്രം, അതിനോട് നമ്മൾ വിരക്തി കാണിച്ചോ, വചനങ്ങളോട് നമ്മൾ റിജക്ട് ചെയ്തോ, പ്രസംഗിക്കുന്ന എന്നോട് ദൈവാത്മാ പറയുക, എവിടെല്ലാം ഞങ്ങൾ ആരെയൊക്കെ വിമർശിച്ചോ, ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് സഭയായി തിരിച്ചു വരണം. അത് നമ്മുടെ നടുവിൽ ഒരു ബന്ധനമായി കിടക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഞായറാഴ്ച പകൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മൂന്നാമത്തെ ബന്ധനം അരിഷ്ടത നിമിത്തമുണ്ടാകുന്ന ബന്ധനം. നാലാമത്തെ ബന്ധനം രോഗബന്ധനമാണ്. ആ വാക്യം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്കറിയാം, ലൂക്കോസ് 13:16 വാക്യത്തിനകത്ത് ഒരു കൂനയായ സഹോദരി യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു പറയുന്ന വാക്ക് ഇങ്ങനെയാ: സഹിച്ച നിനക്ക് രോഗമഴിഞ്ഞ് സ്വസ്ഥയാകാമല്ല, രോഗബാധയൊഴിഞ്ഞു. അപ്പം നിന്നെ കുനിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് രോഗമല്ല,
രോഗബാധയാ. ഇന്ന് പകൽ ആ വിഷയത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ശരീരത്തിനകത്ത് കയറിപ്പിടിച്ചിരിക്കുന്ന ചില രോഗത്തിന്റെ ആസക്തികൾ നിന്നെ ബന്ധിച്ചു നിർത്തുന്നെങ്കിൽ നിനക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, നിനക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയില്ല. ഞായറാഴ്ചയാകുമ്പോൾ നിന്റെ ശരീരം അസ്വസ്ഥമാകുക, ഇടയ്ക്കിടയ്ക്ക് വയറ്റിനകത്തുണ്ടാകുന്ന സംഭവങ്ങൾ, വയറ്റിനകത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇനി ഞാൻ പറയുന്ന കാര്യം കുറെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. ഓരോ തലങ്ങളെ പിശാച് ബന്ധിക്കുന്നത് ഓരോ ലെവലുകളിലെ ശരീരങ്ങളിലെ ഓരോ മേഖലകളെ പിശാച് ബന്ധിക്കുന്നത് രോഗങ്ങളായിട്ടല്ല, ആത്മീയതയെ തടയാനുള്ള ബന്ധനങ്ങളായിട്ടാണ് പിശാച് ബന്ധിക്കുന്നത്. ഞാനത് പറയുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. അറിയാമോ? 5 ഇന്ദ്രിയങ്ങൾ ഒന്ന് പറഞ്ഞേ. കണ്ണ്, കാത്, നാക്ക്, ശ്വാസം അല്ലെങ്കിൽ ശ്വസിക്കാൻ മൂക്ക്, പിന്നെ ത്വക്ക്, സ്തോത്രം, സ്പർശനം, കാണാൻ, കേൾക്കാൻ, സംസാരിപ്പാൻ, ശ്വസിക്കാൻ, മണക്കാൻ, ആമേൻ, സ്തോത്രം, അതേ, സ്പർശിക്കാൻ. 5 ഘട്ടങ്ങളാണ് ഉള്ളത്. മക്കളെ എഴുന്നേറ്റ് പോന്നേടാ, വാ, സ്തോത്രം. ദേ നിങ്ങൾ ശ്രദ്ധിച്ചേ, 5 തലങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. അവന്റെ കണ്ണ് കാണാൻ, അവന്റെ കാത് കേൾക്കാൻ, അവന്റെ മൂക്ക് ശ്വസിക്കാൻ, അവന്റെ നാക്ക് സംസാരിപ്പാൻ, അവന്റെ കരം സ്പർശിക്കാൻ. നിങ്ങൾക്കറിയാമോ, പിശാചിവനെ ബന്ധിക്കും. പിശാചിവനെ ബന്ധിക്കുന്നത് രോഗങ്ങളിട്ട് ഒരു മനുഷ്യനെ പിശാചി ബന്ധിക്കും. ആ ബന്ധനമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രോഗബന്ധനം. ഈ രോഗബന്ധനം കണ്ണിനകത്ത് വരുമ്പോൾ നീ പറയും, ആമേൻ, സ്തോത്രം, കണ്ണിന്റെ കാഴ്ചകൾ മങ്ങി വരുന്നു, അല്ലെങ്കിൽ മൈഗ്രീൻ പോലത്തെ തലവേദന വരുന്നു, കണ്ണിന്റെ വെയിൻസ് പോകുന്ന ഭാഗത്തിനകത്ത് ഭയങ്കര വേദന വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ ഇത് കണ്ണിന്റെ വേദനയായിട്ടല്ല, കണ്ണിനെ ആമേൻ പിശാച് ബന്ധിക്കും. ഞാൻ പറയുന്നത് സാധാരണ രോഗത്തെ കുറിച്ചല്ല. കണ്ണിന് സാധാരണ രോഗം ഉണ്ടെങ്കിൽ കണ്ണാടി വെച്ചാൽ മാറും. പക്ഷെ പിശാച് ബന്ധിക്കുന്ന കണ്ണിന്റെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് തടയുന്നത് വെളിപ്പാടുകളെ കാണുകയാ. ആ സൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കണ്ണുകളെ പിശാച് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കണ്ണുകൾ കുരുട്ടായി എന്ന് പറഞ്ഞാൽ നിന്റെ വെളിപ്പാടുകളെ തടയുന്ന തലമാ. നീ ആത്മീയ കാഴ്ചകൾ കാണരുത്, നീ ആത്മീയ ദർശനങ്ങൾ ദർശിക്കരുത്, നീ പ്രാർത്ഥനയിൽ എത്ര ഇടിവിൽ നിന്നാലും നിനക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു വരരുത്. നിന്റെ കണ്ണുകളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, ഇതൊരു ബന്ധനമാ. ഇനി രണ്ടാമത്തെ ബന്ധനം കാതിനെ ബന്ധിക്കുന്നതാ. എന്തുവാ കാതിനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ? കാതിനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള സൈനാത്. ഇന്ന് രാവിലെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ആരും നോക്കണ്ട കേട്ടോ, നിങ്ങളോടങ്ങ് കണക്റ്റഡ് ആകണം. കുറെ നാളെ എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ. ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിങ്ങളെ പിശാച് നിങ്ങളുടെ കാതുകളെ ബന്ധിച്ചു വെച്ചിരിക്കുക. ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിക്കുകയാണ്, ഒരു കൂട്ടുകാരനെ ഞാൻ വിളിക്കുകയാണ്. അജയ് തന്നെ, ഇന്ന് രാവിലെ നടന്ന സംഭവം. അജയെ ഞാൻ വിളിക്കുകയാണ്, സ്തോത്രം. അജയെ ഞാൻ താക്കോല് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വരുന്ന കാരണത്താൽ അവനെ വിളിച്ച് പറയുന്ന ഒരു ചിന്ത, 10-20 വട്ടം ഞാൻ വിളിച്ചു, അവനെ ഫോൺ കണക്റ്റഡ് ആക്കുന്നു. അങ്ങേ തലക്കിൽ നിന്ന് എനിക്ക് കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് വിളിച്ചു, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, ഹലോ അജയ്ക്ക് ഒന്ന് കൊടുക്കാമോ സിസ്റ്ററെ പ്ലീസ്. ആ പറയുന്ന സിസ്റ്ററോടാണ് ഞാൻ പറയുന്നത്. അജയ്ക്ക് ആ പറയുന്ന സിസ്റ്റർ അല്ല, അത് കമ്പ്യൂട്ടറാണ് പറയുന്നത്. അതിനോട് ഞാൻ ഹലോ അജയ്ക്ക് കൊടുക്കാമോ എന്ന് പറഞ്ഞാൽ എന്റെ പേര് പൊട്ടൻ എന്നാ. കാരണം അജയ് എടുക്കാൻ പാകത്തിൽ അജയുടെ ഫോൺ കണക്റ്റഡ് ആകുന്നില്ല. ഇത് ഈ ഫോണിനകത്ത് വരുന്ന റേഞ്ചും അജയോട് കണക്റ്റഡ് ആകേണ്ട കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച് ഡിസ്കണക്റ്റഡ് ആയി കിടക്കുക. അപ്പോൾ അജയോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകത്തിന്റെ സിസ്റ്റം ആണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ ഈ ഹോളിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ കാതുകൾക്കകത്തത് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ പിശാച് അതിനെ ബന്ധിച്ചു നിർത്താൻ സാധ്യതയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ ബന്ധനത്തെ ഇന്ന് പകൽ അറുത്തു മാറ്റണം. ചോർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇവന്റെ ശ്വാസം, ഓരോ തലങ്ങളെ ഞാൻ തുടങ്ങട്ടോ. ഇവന്റെ നാവിനെ പിശാച് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ആരാധന ഹോളി വന്നിരുന്ന കൈയടിക്കാൻ പറ്റത്തില്ല, നിനക്ക് ആരാധന ഹോളി വന്നിരുന്ന സ്തോത്രം പറയാൻ. ചെവിയുടെ കീഴിനകത്ത് മൈക്ക് കൊണ്ട് വെച്ചാലും നിന്റെ വായ അനങ്ങിയില്ല. അനങ്ങാത്തന്റെ കാര്യം എന്നാ അറിയാമോ? അനങ്ങാത്തന്റെ കാര്യം വേറൊരു പ്രശ്നമല്ല, നാവിനെ പിശാച് ബന്ധിച്ചതാ. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ മീറ്റിങ്ങിനകത്ത് വമ്പൻ ക്രൂസൈഡ് നടക്കുമ്പോഴും നിങ്ങൾക്ക് അതിൽ പോയിരുന്ന് ആസ്വദിക്കാൻ. ബൈബിളിൽ വാക്യമുണ്ടോ വെച്ചാൽ ബൈബിളിൽ വാക്യമുണ്ട്. യാക്കോബ് പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നു സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. സ്തോത്രം. അപ്പൊ ദൈവ സാന്നിധ്യം യോഗത്തിനകത്തുണ്ടച്ചാ, പക്ഷെ അത് അറിഞ്ഞില്ലെന്ന്. അപ്പൊ നാവിനെ പിശാച് വെളിപ്പാട് പറയാതിരിക്കാനാ നാവിനെ, അധികാരത്തിന്റെ ശബ്ദം നാവിന്നാ പുറത്തു വരുന്നത്. എന്റെ വത്സമാമ, നിങ്ങളുടെ വീടിൽ ലീലേന്റി നിങ്ങളുടെ വീടിനെ നോക്കി നിങ്ങൾക്ക് കൽപ്പിക്കാൻ, അതീനെ നിങ്ങളുടെ വീടിനെ നോക്കി നിങ്ങൾക്ക് കൽപ്പിക്കാൻ കഴിയാതിരിക്കാൻ നിങ്ങളുടെ നാവുകളെ ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ഇന്ന് പകലത്തെ യോഗത്തിൽ ദൈവം അത് അറുത്തു മാറ്റാൻ വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുവാ ഈ സ്പർശനം എന്ന് പറയുന്നത്? സ്പർശനത്തെ എങ്ങനെ പിശാച് ബന്ധിക്കുന്നത്? സ്പർശനം എന്ന് പറയുന്നത് കൈവെപ്പിനെ കാണുകയാണ്. നീ കൈവെക്കുമ്പോൾ ആത്മപകർച്ച സംഭവിക്കരുത്, നീ കൈ തൊടുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകരുത്, നീ കൈ തൊടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കരുത്. നിന്റെ കൈയെ പിശാച്, നിങ്ങൾ ശുശ്രൂഷയിൽ എത്ര ശോഭിച്ചിട്ടും നിങ്ങൾ ജനത്തെ തൊടുമ്പോൾ അവരിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നിന്റെ കൈയെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുക. ഇന്ന് പകൽ ഈ ദൂത് കേട്ടിരുന്നിരിക്കുമ്പോൾ ദൈവത്തോട് പറയണം, എനിക്ക് നാടിനൊന്നും പ്രയോജനപ്പെട്ടില്ലല്ലോ സാരമില്ല പാസ്റ്റേ, കുറഞ്ഞത് എന്റെ തലമുറയ്ക്ക് ഒരു രോഗം വരുമ്പോൾ ഞാൻ കൈവച്ച് എന്റെ തലമുറയെ സൗഖ്യമാക്കുന്നവനായി മാറും.
അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കയ്യെ ദൈവം ആമേൻ പിശാചി ബന്ധിക്കുക. മോനെ ഒറ്റ മിനിറ്റും കൂടെ നിൽക്കണം, എനിക്കറിയാം നിന്റെ കാര്യം കഴിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചാട്ടെ, യേശു ഒരിക്കൽ പറഞ്ഞ ഈ ബന്ധനം എന്ന് പറയുന്ന വാക്ക്, കെട്ടെന്ന് പറയുന്ന വാക്ക്, നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ലാസറിനെ കെട്ടിയ കെട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ കെട്ടിന് രണ്ട് തലങ്ങളുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എതിരെ ഉള്ള ഗ്രാമത്തിനകത്ത് ചെല്ലണം, അവിടെ ഒരു കഴുതയും കുട്ടിയെയും കെട്ടിയിരിക്കുന്നത്, അങ്ങനെ ചോദിച്ചോ വാക്യം? ഓക്കെ, കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഈ ശിഷ്യന്മാര് അവിടെ ചെന്നു. കെട്ടഴിക്കാനുള്ള ആദ്യത്തെ കാര്യം കെട്ടി ഇവര് കണ്ടു. എന്താ കെട്ട് കാണാതെ കെട്ടഴിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തിരി നാളെ തട്ടിയിട്ട് പറ, കെട്ട് കണ്ടിട്ടേ കെട്ടഴിക്കാവുള്ളൂ എന്ന് പറ. ചുമ്മാ ഇരുന്ന് കൈയടിച്ച് ചാടി തുള്ളി ഇവിടെ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുകയില്ല. ഇത് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ വന്നിരുന്ന 1 മണിക്കൂറല്ല 1.5 മണിക്കൂർ അലർജി നോക്കി സ്വോത്രം പറഞ്ഞാൽ ഒരു പരിപാടി നടക്കുകയില്ല. പരിപാടി നടക്കണമെങ്കിൽ കെട്ട് കണ്ട് നീ സ്വോത്രം പറയണം, കെട്ട് കണ്ട് അന്യഭാഷയിൽ നീ അതിനെ അഴിക്കണം. അങ്ങനല്ലയോ? അവര് ചെന്നു, കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ വാക്യം കണ്ടു. കണ്ടപ്പോൾ അവരത് അഴിക്കാൻ തുടങ്ങി. കെട്ട് കാണണം. വിഷയം വന്ന റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഡോക്ടർമാരുണ്ടോ മക്കളെ? ജനറൽ ഡോക്ടർമാരുണ്ടോ? പിന്നെ ജനറൽ ഡോക്ടറെ എടുക്കാൻ സഹിച്ചാൽ ചെന്നാൽ എല്ലാ രോഗത്തിനും പുള്ളി പെയിൻ കില്ലർ തരത്തുള്ളൂ. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ പിന്നെ ജനറൽ ഡോക്ടറെ ഞാൻ എല്ലാത്തിനും പെയിൻ കില്ലർ ചെയ്യത്തുള്ളൂ. എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും രാവിലെ ചെയ്യും. പക്ഷെ ആ വിഷയത്തെ സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് അവർ പെയിൻ കില്ലർ ഒന്നും അല്ല ആദ്യം തരുന്നത്. അവരാദ്യം രോഗത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കും, ഇത് വന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് പിടികിട്ടും. എന്നിട്ട് ഈ വന്ന വഴി ഉണ്ടല്ലോ അത് അടയ്ക്കാൻ അവർ ആദ്യം ശ്രമിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താ? ഇല്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാക്കാം. കഴുത കുട്ടിയിരിക്കുന്നത് അജി മൈക്ക് ഓഫ് അല്ലേ? റൈറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. വേണ്ട, കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുക. ഒരു കെട്ട് ഈ ഓക്കെ നമ്മുടെ ഒരു കെട്ട് ഈ കട്ടിനെ കെട്ടാം. കെട്ടുമ്പോൾ ഒരു കെട്ട് കൂടെ കട്ടിലോ കേട്ടോ. ഇതിന്റെ മറ്റേ കെട്ട് എവിടാന്നറിയാമോ? ഇതിന്റെ മറ്റേ കെട്ട് കുറ്റിക്കകത്താ. എവിടാ? എന്റെ ചോദ്യം, ശിഷ്യന്മാര് കെട്ടഴിച്ചു, കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു. അവർ ഏത് കെട്ട് കണ്ടു? 2 കെട്ട് അവർ കണ്ടു. ഒന്ന് കുറ്റിക്കകത്ത് കെട്ടിയിരിക്കുന്ന കെട്ടും കണ്ടു, 2 കഴുതയുടെ കഴുത്തിനകത്ത് കെട്ടിയിരിക്കുന്ന കെട്ടും കണ്ടു. ഇനി അവർ കെട്ടഴിച്ചു. എന്തോ ചെയ്തു? എന്റെ ചോദ്യം സഹിച്ച അവർ ഏത് കെട്ടഴിച്ചേ? കുറ്റിയിലെ കെട്ടഴിച്ചേ. നിങ്ങളത് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വോത്രം പറയാം. പക്ഷെ ഒരു അപകടം ഞാൻ പറയാം. കുറ്റിയിലെ കെട്ട് അവരഴിച്ചാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. കുറ്റിയിലെ കെട്ട് അഴിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. കുറ്റിയിലെ കെട്ടഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കെട്ടഴിച്ച മക്കളൊന്ന് നടന്നേടാ, ഇവിടെ ഇടയ്ക്കൂടെ ഒന്ന് പോയേ, ഒന്ന് പോടാ. നമുക്ക് ഇത് എങ്ങനെയും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ഇടയ്ക്കൂടെ പോകും, അവർ ഇടയ്ക്കൂടെ പോകും. മമ്മിയുടെ ഇടയ്ക്കൂടെ പോകും, മമ്മിയുടെ ഇടയ്ക്കൂടെ പോകും, ഇടയ്ക്കൂടെ പോകും. അതിനകത്തൂടെ അപ്പുറത്തിയാട് മേടിച്ചാട്. ഇനി ഇപ്പുറത്തൂടെ തിരിഞ്ഞു വാ, എന്നെ അടുക്ക വാ. എന്തോ പ്രശ്നം? പൊട്ടുന്നല്ല, ഇത് ഇറുക്കാത്തോട്ടാ അത് പൊട്ടിയത്. പ്രശ്നം ഞാൻ പറയാം. ഈ കുറ്റീന്ന് കെട്ടഴിച്ച ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഇവൻ പോകുന്നത് കാടിനകത്തൂടാണെങ്കിൽ ഈ സാധനത്തിന്റെ അറ്റ എവിടെങ്കിലും കുരുങ്ങും, ഇവൻ വീണ്ടും ബന്ധിക്കപ്പെടും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, നമ്മൾ ഈ യോഗത്തിൽ വന്ന് ചെയ്യുന്ന പരിപാടി ഇതാ. നമ്മൾ കുറ്റിയിലെ കെട്ടഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറ്റിയിലെ കെട്ടഴിക്കാൻ ഒരു പാടുമില്ല. ഈ കെട്ടഴിച്ചുകൊണ്ട് വീട്ടിൽ പോയാൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കാടുണ്ടെങ്കിൽ ഈ സാധനം വീണ്ടും അവിടെ കുരുക്കും. അവിടെ നിന്ന് പിന്നെ പാസ്റ്ററെ ഫോൺ ചെയ്യും, പാസ്റ്ററെ എന്താ ഈ ആഴ്ചയും വഴി അടഞ്ഞു, പാസ്റ്ററെ ഈ ആഴ്ചയും വാതിലടഞ്ഞു, പാസ്റ്ററെ പാസ്റ്റർ ഞായറാഴ്ച അനൗൺസ്മെന്റ് ചെയ്തത് ഈ ആഴ്ച വഴി തുറക്കും, വഴി അടഞ്ഞു പാസ്റ്ററെ. പ്രശ്നം ഈ കെട്ട നിങ്ങൾ അഴിച്ചോളൂ. എന്നാൽ ഇത് അഴിക്കാൻ പാടുള്ള കെട്ട ഏതാണെന്നറിയാമോ? അഴിക്കാൻ പാടുള്ള കെട്ട് കഴുത്തിന്റെ കെട്ട. ഏതാ? കഴുത്തിന്റെ കെട്ട. സ്തോത്രം. ആട്ടിൻകുട്ടിയുടെ കഴുത്തിന്റെ കെട്ട അഴിക്കാൻ എളുപ്പമാണോ? ഒരുപാട് വരും. സ്തോത്രം. ഇത് കഴുത്തിന്റെ കെട്ട അഴിക്കാൻ പാടാ. പക്ഷെ ഒരു ഗുണം പറയാം, മെനക്കെട്ട് കഴുത്തിന്റെ കെട്ട അഴിച്ചാൽ ഒരു ഗുണം, ഇവന് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയും. ഇവനിൽ ഒരു കെട്ടും പിന്നില്ല. സ്തോത്രം. ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, കുറ്റിയിലെ കെട്ടഴിച്ചു ചുമ്മാ സമയം കളയല്ലേ കേട്ടോ. അതഴിച്ചാൽ എവിടെങ്കിലും നീ പോയി പിന്നെ ബന്ധിക്കപ്പെടും. എന്നാൽ ഇന്ന് പകൽ സ്വർഗം പറയുക, കഴുത്തിന്റെ കെട്ടഴിച്ച് നീ പുറത്തു വരണം. ശിഷ്യന്മാരയച്ചത് കഴുത്തിന്റെ കെട്ടാണോ? നിസ്സംശയം ഞാൻ പറയുന്നു, ശിഷ്യന്മാരയച്ചത് കഴുത്തിന്റെ കെട്ടാ. അതെന്താ? യേശു യാത്ര ചെയ്യേണ്ട കഴുതക്കുട്ടിയുടെ അറ്റം അത് കയറിനകത്ത് ബന്ധിക്കപ്പെട്ടതല്ല, കഴുത്തിന്റെ കെട്ട് അവരഴിച്ചു മാറ്റി. ആ കഴുതക്കുട്ടി അങ്ങ് ഫ്രീ ആക്കി. ചേർന്നൊരു ശക്തിയോടെ ഹല്ലേലൂയ പറയാമോ? താങ്ക് യു മോനെ. പോയിരുന്നായി. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾ പറയണം, എന്റെ കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം അടിച്ചു മാറ്റും. ആ കരം ഒന്ന് തട്ടി കർത്താവിന് 1 മിനിറ്റ് ഒന്ന് നന്ദി പറഞ്ഞേ. എല്ലാ കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ആ കരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റിയുടെ കെട്ടല്ല, നിന്റെ കഴുത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറുമെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി 1 മിനിറ്റ് അന്യഭാഷ പറയാൻ കഴിയുന്നവരെല്ലാം അന്യഭാഷയോടെ ചേർന്ന് ശക്തിയോടെ
ഉടരകനകതന ഹതനകലകനക ശംദകരാതക രേതകനന്ദക ലസ്തകനേതക രംദകരേതന വൈഡപരംദക ദേശകനേതക രക്തകനേതക രക്ഷകരാതക രംദക രംദല വൈഡപരംദക രൂഢപരം ശുഭരംദല വൈ അംദല ബംദല ബംദുര ബംദക രംദക രംസക രംദകരേതക രക്തകനേതക രക്ഷകരാതന വൈഡം ധാരം ശാരം ധൈരം. അപ്പോ നാലാമത്തെ ബന്ധനം എന്ന് പറയുന്നത് രോഗബന്ധനമാണ്. അഞ്ചാമത്തെ രംഗത്തിനും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. അഞ്ചാമത്തെ ബന്ധനം മനുഷ്യൻ ബന്ധിക്കുന്ന ബന്ധനങ്ങളാണ്. ആ ബന്ധനത്തെ നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ കാണാൻ കഴിഞ്ഞത് മനുഷ്യൻ ബന്ധിച്ച ബന്ധനം. ആ ബന്ധനത്തെ നോക്കിയ ദൈവം പറയുന്നത് ഇത് ഞാൻ ബന്ധിച്ചതൊന്നുമല്ല, ഇത് പിശാചി ബന്ധിച്ചതൊന്നുമല്ല, ഇത് മനുഷ്യൻ അവിടുത്തെ യഹൂദന്മാർ ഇവനെ ബന്ധിച്ചതാ, ശീലകൾ കൊണ്ട് അവനെ കെട്ടിയതാ. ആ കെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ അഴിക്കണം. യെശയ്യാവ് 58:6 പറയുന്നു, അന്യായ ബന്ധനങ്ങൾ എന്ത് ചെയ്യണം? അഴിയണം. ന്യായമല്ലാത്ത ബന്ധനം. ന്യായമല്ലാത്ത ബന്ധനം ഇടുന്നതല്ല പിശാചോ? അല്ല, പിശാച് ഇടുന്നത് പൈശാചിക ബന്ധനങ്ങളാ. എന്നാൽ ന്യായമല്ലാത്ത ബന്ധനം ഇടുന്നത് മനുഷ്യനാ. ന്യായമല്ല, ഒരു ന്യായമല്ല അത് കേട്ടോ. സ്തോത്രം. ന്യായമല്ലാത്ത കാര്യം, ന്യായം നമ്മുടെ ഭാഗത്താ. ന്യായമല്ലാത്തതിനെ കൊണ്ട് പിശാച് നമ്മളെ ബന്ധിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇല്ല, പഠിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് നന്നായി പഠിക്കുന്നെങ്കിൽ അവന് മാർക്ക് കിട്ടണം, അവൻ എക്സാം നന്നായിട്ട് എഴുതി. പക്ഷെ ടീച്ചർ അവനെ തോൽപ്പിക്കാൻ മെനക്കെട്ട് നിന്നാൽ അവൻ എഴുതിയ എക്സാം പേപ്പറുകൾ അവൻ പൂട്ടിവെച്ച് എഴുതിയ പേപ്പറുകൾക്കെല്ലാം വെട്ടിട്ടിട്ട് അവന് 0 മാർക്ക് കൊടുക്കാൻ ടീച്ചർ കച്ചകെട്ടി തീരുമാനിച്ചിറങ്ങിയാൽ അതിന്റെ പേര് ന്യായമല്ലെന്നുള്ളതാ. മനുഷ്യൻ ബന്ധിക്കുന്ന ബന്ധനങ്ങളെയാണ് അന്യായ ബന്ധനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ യെശയ്യാവ് 58:6 പറയുന്നു, അന്യായ ബന്ധനങ്ങളെ നീ ഉപവാസത്തോടെ അഴിച്ചു കഴിയണം. ഉപവാസിച്ചും പ്രാർത്ഥിച്ചും അന്യായ ബന്ധനങ്ങളെ നീ എന്ത് ചെയ്യണം? അഴിച്ചു കളയണം. യെശയ്യാവ് 52:2 പറയുക, കഴുത്തിന്റെ ബന്ധനം നീ അഴിച്ചു കളയണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴുത്തിന്റെ ബന്ധനം എന്ത് ചെയ്യണം? അഴിച്ചു കളയണം. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോവാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ച 11-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. 11-ാമത്തെ അധ്യായത്തിനകത്ത് 3-4 ടൈപ്പിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിനകത്ത് 3-4 ടൈപ്പിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് കെട്ട് അഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യാമൻ ലാസറിന്റെ കെട്ട് അഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? യാമൻ യോഹന്നാൻ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പ്രസംഗിക്ക്. ബെഥാനി ഇപ്പൊ അറിയപ്പെടുന്നത് ആരുടെ പേരിലാച്ചാ? ലാസറിന്റെ പേരില്ല. 11-ന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയ. ഇപ്പൊ ബഥാനിയ അറിയപ്പെടുന്നത് ആരുടെ പേരില്ല? മാർത്തയുടെയും മറിയുടെയും. പക്ഷെ കെട്ടഴിഞ്ഞവന്റെ പേരിൽ പട്ടണം അറിയപ്പെടാൻ തുടങ്ങുക. നിങ്ങളിൽ ഒരു അത്ഭുതം നടന്നാൽ നിങ്ങളുടെ പേരിൽ ദേശങ്ങൾ അറിയപ്പെടാൻ തുടങ്ങും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ നിങ്ങളുടെ പേരിൽ പട്ടണങ്ങൾ അറിയപ്പെടാൻ തുടങ്ങും. ഞാനത് പറയുമ്പോൾ മറ്റാരും ദൂത് ഏറ്റെടുത്തില്ലേലും ഇതേ ഇരിക്കുന്ന തലമുറകൾ വിശ്വസിച്ച് അച്ചു അനു ആമൻ അദീന ഫെബിന ജെഫിന നിങ്ങൾ ആ ദൂത് സ്വീകരിച്ചിട്ട് ആമൻ സ്തോത്രം ജസ്റ്റിന് നിങ്ങൾ ആ ദൂത് സ്വീകരിച്ചിട്ട് പറയണോ, കർത്താവ് എന്റെ കെട്ടഴിഞ്ഞാൽ എന്റെ പേരിൽ ഞങ്ങളുടെ ദേശങ്ങൾ അറിയപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ചേർന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് ആമൻ കെട്ടഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പേരിൽ ദേശങ്ങൾ അറിയപ്പെടും. ഇനി കെട്ടഴിഞ്ഞാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. 12-ന്റെ 1-ാമത്തെ വാക്യം വീണ്ടും വായിച്ചു നോക്കിയാട്ടെ. 12-ന്റെ 1-ാമത്തെ വാക്യം വീണ്ടും വായിച്ചു നോക്കിയാട്ടെ. യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പ്രസവിക്ക് 6 ദിവസം മുമ്പേ വന്നു. അടുത്തത്, അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്ന സിൻസിയറായിട്ടാ. എന്നാൽ 11-ാം അധ്യായം നിങ്ങൾ വായിച്ചേ. 11-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യത്തിനകത്ത് കിടക്കുന്നു. മറിയ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കുടഞ്ഞിട്ട. എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്? അങ്ങനെ ഒരു വാക്യമില്ലയോ? ലൂക്കോസ് ആണോ വെച്ചാ റോയ് പാസ്റ്റർ ഒന്ന് നോക്കിക്കേ. ലൂക്കോസ് ആണോ? സ്തോത്രം. 10-ാമത്തെ അധ്യായം ലൂക്കോസ് 10-ാം അധ്യായം 38-ാമത്തെ വാക്യമാണോ? അതെ. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. ലൂക്കോസ് 10:38. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം. ഇനി അടുത്ത വാക്യം വെച്ച്, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ. ഇപ്പൊ എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നേ? കുഴഞ്ഞിട്ട്. എങ്ങനെ ഇപ്പൊ ചർച്ച വരുന്നേ? കുഴഞ്ഞിട്ട്. സ്തോത്രം. എങ്ങനെ കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നേ? കുഴഞ്ഞിട്ട്. സ്തോത്രം. വന്നില്ലേ പാസ്റ്റർ? എങ്ങനെ എന്തോ പറയും പാസ്റ്റർ? അങ്ങനെ കുഴഞ്ഞിട്ട്. എങ്ങനെ കൈയടിക്കുന്നേ? കുഴഞ്ഞിട്ട്. എങ്ങനെ അന്യഭാഷ പറയുന്നത്? എല്ലാവരും കൈയടിച്ച് സ്വോത്രം പറഞ്ഞാട്ട് പറയും. എല്ലാവരും കൈയടിച്ച് സ്വോത്രം പറഞ്ഞിട്ട് ഞങ്ങൾ കൈയടിച്ച് സ്വോത്രം പറഞ്ഞില്ല, എന്നാ മോശവാസേ? കുഴഞ്ഞിട്ട്. 10-ാമത്തെ അധ്യായം കെട്ടഴിയുന്നതിന് മുമ്പേ കുഴഞ്ഞിട്ടാ. എന്നാ ആമൻ കെട്ടഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം പറയാ, കുഴഞ്ഞിട്ടൊന്നുമല്ല, മാർത്ത സിൻസിയറായിട്ടാ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ കെട്ടഴിഞ്ഞാൽ നിന്റെ കുഴച്ചിലുകൾ മാറും കേട്ടോ. കെട്ടഴിഞ്ഞാൽ നിന്റെ പേരിൽ ദേശം അറിയപ്പെടും. കെട്ടഴിഞ്ഞാൽ നിന്റെ വീട്ടിലുള്ളവരുടെ കുഴച്ചിലുകൾ മാറപ്പെടും. സ്തോത്രം. ഇനി കെട്ടഴിഞ്ഞാൽ സംഭവിക്കുന്ന അടുത്തൊരു കാര്യം പറയണമോ? ആമൻ കെട്ടഴിഞ്ഞാൽ സംഭവിക്കുന്ന അടുത്തൊരു കാര്യം, ആമൻ പ്രതിഫല ഇച്ഛ കൂടാതെ കർത്താവിന് വേണ്ടി ചില വിരുന്നുകൾ നീ ഒരുക്കാൻ തുടങ്ങും.
12-ാം അധ്യായം. മാർത്തയും മറിയയും ഒരുക്കിയ വിരുന്ന് എന്തെങ്കിലും അത്ഭുതം കിട്ടാനല്ല, ദൈവപ്രവൃത്തിക്ക് വേണ്ടിയൊന്നുമല്ല. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവൾ സിൻസിയറായി വിരുന്നൊഴുക്കുക. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാം. ഇന്ന് പകൽ ഇവിടെ വെച്ച് തീരുമാനം എടുക്കാവോ? നിങ്ങൾക്ക് വേണ്ടി ഈ ആഴ്ച ദൈവം എന്തെങ്കിലും ചെയ്താലെന്നല്ല, ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ അവന് വേണ്ടി ചില വിരുന്നുകൾ ഒരുക്കാൻ പോകുകയാണ്. ജീസസ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ദൈവം എനിക്ക് നന്മ തന്നാലും ഇല്ലെങ്കിലും ഞാൻ അവന് വേണ്ടി 10 കാര്യങ്ങൾ ചെയ്യാൻ പോവാ. പ്രതിഫലം എനിക്ക് തന്നാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രതിഫലം ഇച്ഛമില്ലാതെ വലിയ അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ തുടങ്ങുകയാണ്. 11-ാമത്തെ അധ്യായം ഇവർ ചെയ്ത അടുത്ത കാര്യം, കട്ടയ്യാൻ വേണ്ടി ഇവർ ചെയ്ത അടുത്ത കാര്യം വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്നുള്ളതാ. ആമേൻ. തുത്താൻ പോകുക ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിനകത്ത്, ഇനി വിശദീകരിക്കുകയല്ല, 12-ാമത്തെ അധ്യായത്തിനകത്ത് 4 വിശ്വാസങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വിശ്വാസം 16-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. 16-ാമത്തെ വാക്യം നോക്കിക്കേ. 16-ാമത്തെ വാക്യം ആരുടെ വിശ്വാസം? 11-ന്റെ 16-ാമത്തെ വാക്യം. റൈറ്റ്, എക്സ്ട്രീംലി സോറി. 11-ന്റെ 16-ാമത്തെ വാക്യം. അതാരുടെ വിശ്വാസമാ? ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. അവർക്ക് യേശുവിനെ വിശ്വാസം ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടോ മക്കളെ? ഉണ്ടോ? സ്തോത്രം. എങ്ങനെയുള്ള വിശ്വാസമാണ്? എന്തായാലും ചാകും പാസ്റ്റേ, കർത്താവിന്റെ പറയപ്പോ ആ വിശ്വാസം അതൊരു വല്ലാത്ത വിശ്വാസം കേട്ടോ. യേശുവേ നീ ഇപ്പൊ എഴുന്നേക്കണ്ട. അവൻ ധീരമായി കിടന്നപ്പോ നീ പോയില്ലല്ലോ. അവൻ രോഗക്കിടക്കയിൽ കിടന്നപ്പോ നീ പോയില്ലല്ലോ. ഇപ്പൊ അവൻ മരിച്ചപ്പോഴും നീ പോയില്ല. ഇപ്പം നാറ്റം ഭവിച്ചു. എത്ര ദിവസമായി? 4 ദിവസമായി. ഇനി നീ പോണ്ട. അതെന്താ? ഇനി നീ പോയാ യഹൂദന്മാര് നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. യേശുവിനെ അവിടെ പിടിച്ചിരുത്താൻ നോക്കുക. എന്നാൽ യേശു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാര് പറയാ, നമ്മളിവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോ എന്നാ കാണിക്കാനാ? കർത്താവ് പോയി കഴിഞ്ഞ് കല്ലെറിഞ്ഞ് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് ഫുഡ് കഴിയും? എന്നാ പിന്നെ അവനോടുകൂടെ ചാകേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യാം? ചത്ത് കളയാം എന്നുള്ളൊരു വിശ്വാസം. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മളും ചിലർ പറഞ്ഞില്ലേ ചത്താ മതിയായിരുന്നു എന്നൊക്കെ. പിന്നെ എത്ര പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞ വിഷയമാണ്. സ്തോത്രം. ചത്താ മതിയായിരുന്നു പാസ്റ്റേ, ചത്ത് കളയാം എന്ന് പറയുന്ന വിശ്വാസം അതൊരു നല്ല വിശ്വാസമല്ല കേട്ടോ. ഇനി ആ പുസ്തകത്തിൽ ആ അധ്യായത്തിലെ 2-ാമത്തെ വിശ്വാസം മാർത്തയുടെ വിശ്വാസം. അമ്മച്ചിയുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? 25-ാമത്തെ വാക്യം നോക്കിക്കേ. 11-ന്റെ 25-ാമത്തെ വാക്യം. ആമേൻ. മാർത്തയുടെ വിശ്വാസം എങ്ങനെയാ? ഒന്ന് വായിച്ചേ. ജീവനുമാകുന്നു ഉപയോഗിക്കും. അടുത്ത വാക്ക്. അപ്പൊ മാർത്തയുടെ വിശ്വാസം എന്താണെന്നറിയാമോ? 27-ാമത്തെ വാക്യം. അവൾ അവനോട് ഊവ് കർത്താവേ. വായിച്ചോ. ഞാൻ ആ വിശ്വാസത്തെ നോക്കി ഷെയിം എന്നേ പറയത്തുള്ളൂ കേട്ടോ. സ്തോത്രം. മാർത്തയുടെ വിശ്വാസം എന്നെ ശ്രദ്ധിച്ചു. മാർത്തയുടെ വിശ്വാസം എന്നാണെന്നറിയാമോ? യേശു പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ എന്നിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. അപ്പൊ മാർത്ത പറയാം, കേട്ടിട്ടുണ്ട്. സ്തോത്രം. മാർത്ത എന്നിട്ട് പറയാണ്, ആമേൻ സ്തോത്രം, വരാനുള്ള മശീഹായ നീയാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയാമോ? വേണ്ടി നാളെ യേശു എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇന്ന് യേശു വല്ലതും ചെയ്യോ? ഒരു വിശ്വാസവും ഇല്ല. നാളെ അവൻ വരും കേട്ടോ. പുനരുദ്ധാനം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തേന്ന് ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി. അതൊക്കെ പറയുമ്പോൾ എന്നാ വൈബ്രേഷനാ. അപ്പൊ നമ്മൾ പറയും പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ചേർക്കാൻ വരും. ഇന്ന് യേശു ബ്രദറെ വല്ലോ ചെയ്യോ? ഇന്ന് അവൻ ഒന്നും ചെയ്യത്തില്ല. അവൻ വരും പാസ്റ്റേ, രണ്ടാമൻ ഞങ്ങളെ ചേർക്കാൻ. തോമസിന്റെ വിശ്വാസം എന്നാ? എന്തായാലും ചാകും, അവനോടുകൂടെ പോവാം. സ്തോത്രം. അവൻ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. മാർത്തയുടെ വിശ്വാസം, ഞങ്ങളുടെ കർത്താവ് നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അടുത്ത മാസം ഞങ്ങളുടെ മാസമാ പാസ്റ്റേ, അടുത്ത ആഴ്ച ഞങ്ങളുടെ ആഴ്ചയാ പാസ്റ്റേ. ഇന്നോ? ഇന്ന് യേശു ഒന്നും ചെയ്യുമെന്ന്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഇപ്പൊ 11:15. ഇനിയിപ്പോ ഇന്ന് യേശു എന്നാ ചെയ്യാന്? ഇതൊരു കുഴഞ്ഞ വിശ്വാസമാണ്. ഇനി ആ വീട്ടിൽ 2-ാമത്തെ ഒരു അമ്മച്ചിയുണ്ട്, പേര് മറിയെന്ന. മറിയുടെ വിശ്വാസം എന്നാ? മറിയുടെ വിശ്വാസം വാക്യം 32. മറിയുടെ വിശ്വാസം. യേശു ഇരിക്കുന്നിടത്ത് അവിടെ അങ്ങനെ കർത്താവ് വീട്ടിലൊന്നും വരാൻ വെയിറ്റ് ചെയ്യണ്ട. മറിയ ഇരിക്കുന്നിടത്തൊക്കെ ചെല്ലും. സ്തോത്രം. യോഗം കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് ചെല്ലും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കോഴഞ്ചേരിയിലാണെങ്കിൽ അവിടെ ചെല്ലും. വണ്ടിക്കൂലി മുടക്കി. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറയാ, ഞങ്ങൾ ബാംഗ്ലൂർ വരെ പോവാന്ന്. ഞാൻ ചോദിച്ചു അവിടെ എന്നാ? ആമേൻ സ്തോത്രം. അവിടെ ഭയങ്കര യോഗം നടക്കുകയാണ്. സ്തോത്രം. വണ്ടിക്കൂലി മുടക്കി ഞങ്ങൾ യേശു ഇരിക്കുന്നിടത്തൊക്കെ ചെല്ലും. പക്ഷെ വിശ്വാസം എന്നാണെന്നറിയാമോ? അടുത്ത വാക്യം വായിച്ചേ. അവിടെ കണ്ടിട്ട് ഭയങ്കര ആരാധന എന്നൊക്കെ പറഞ്ഞാൽ മറിയെ പോലെ ആരാധനയുള്ള അമ്മച്ചി വേറെയില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ കസേരയിൽ നിന്ന് സ്തോത്രം പറഞ്ഞിങ്ങനെ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അമ്മച്ചികളൊന്നുമല്ല, നെടുമ്പാട് ദൈവസന്നിധി വീണ് കിടക്കും. ഇനി അടുത്ത വാക്യം. കർത്താവേ, വിളിക്കുന്ന വിളിയും ചെറുതൊന്നുമല്ല. കർത്താവേ. അടുത്ത വാക്യം. ഇനി വിശ്വാസം പ്രകടിപ്പിക്കുക. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ വിശ്വാസം എന്നാ വിശ്വാസ? ഇന്നലെ യേശുവേ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവനായിരുന്നു. ഇന്നോ? ഇന്ന് കർത്താവ് ഒന്നും ചെയ്യല.
മറ്റേ അമ്മച്ചിയുടെ വിശ്വാസം എന്തോ? നാളെ കർത്താവ് ചെയ്യും, ഇന്നോ ഇന്ന് ചെയ്യത്തില്ല. ഈ അമ്മച്ചിയുടെ വിശ്വാസമോ, ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇന്ന് യേശു ഇവിടെ ഉണ്ടെന്ന്, ഇന്ന് കർത്താവ് നീ കർത്താവ് കൊച്ചു ഭരിച്ചെന്ന്, നാറ്റം അപിച്ചെന്ന്, 4 ദിവസമായി എന്ന്, ഇനി നീ ഈ വിഷയത്തിൽ എന്നാ ചെയ്യാനാ? ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ. സ്തോത്രം. പനി യേശു മാറ്റും. ക്യാൻസർ ഒന്നും മാറ്റുകയല്ല പാസ്റ്റേ. പനി യേശു ഇന്നലേക്ക് വന്നായിരുന്നെങ്കിൽ പനിയൊക്കെ മാറ്റി, ഊക്കൊലിപ്പൊക്കെ ദൈവം മാറ്റും. സ്തോത്രം. 1000 രൂപ കടമാണെങ്കിൽ കർത്താവ് ഈ ആഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും. 1 ലക്ഷം ആണെങ്കിലും 1 ലക്ഷം ആണെങ്കിൽ ദൈവം തീർക്കുമൊന്നുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പകൽ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നവര് പറയണം, ഇന്നലെ അവൻ അത്ഭുതം ചെയ്യുന്നല്ല, ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യും കർത്താവ്. നോ, നാളെ നീ വെളിപ്പെട്ട് വരും പുനരാഗമനത്തിൽ. നോ, അതുമല്ല, ഇന്നത്തെ വിഷയത്തിൽ യേശു അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ഈ ദിവസം നിന്റെ കെട്ടടിക്കാൻ അവൻ ശക്തനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ ഇന്ന് പകൽ വിശ്വാസമില്ലാതിരിക്കുമ്പോ അകത്ത് കിടക്കുന്ന സഹോദരനുണ്ടല്ലോ, അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക, അവൻ കെട്ടപ്പെട്ട് കിടക്കുക. സഹോദര സഹോദരി, വീട്ടിനകത്ത് ഒരാളെങ്കിലും വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ഈ കെട്ട് ദൈവം അഴിക്കത്തോളൂ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാമോ? ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറയാമോ? 3 വിശ്വാസമാണ്. എന്നാൽ യേശു പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസം അതല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഉറക്കെ ആ വാക്ക് എന്റെ കൂടെ പറ. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? മരിച്ചാലും ജീവിക്കും. ഉറക്കെ എന്നോട് പറ. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? മരിച്ചാലും ജീവിക്കും. ഇന്ന് യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ണുകളെല്ലാം അടച്ചേ. ഇന്ന് യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് എന്റെ കെട്ടവനഴിക്കും, ഇന്ന് എന്റെ ബന്ധനമഴിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ആത്മാർത്ഥമായി 1 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഇന്ന് എന്റെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, ഈ ദൂത് നിങ്ങൾ സിൻസിയറായി കേട്ടവരാണെങ്കിൽ മാസങ്ങളായി ബ്ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങൾ നീ ഇന്ന് പകൽ വിശ്വസിക്കും. ഞാനത് പറയുമ്പോൾ സാത്താൻ നിങ്ങളുടെ ചെവി വന്ന് പറയും, ചുമ്മാതെ പറ, അത് പാസ്റ്റർക്ക് കിട്ടി, പക്ഷെ നിനക്ക് കിട്ടത്തില്ല. ഇന്ന് പകൽ അത് പറയുന്ന സാത്താനിയ ശക്തികളെ നോക്കി നീ പറ, പാസ്റ്റർക്ക് ദൈവം അത് ചെയ്തെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. നെഹമ്യാ 1:11 പറയുന്നു, ഇന്ന് ദൈവം കാര്യം സാധിപ്പിച്ചു തരൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവം കാര്യം സാധിപ്പിച്ചു തരും. യേശുവിന്റെ നാമത്തിൽ. ആവർത്തന പുസ്തകം പറയുക, ഇന്ന് അവൻ എന്റെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കോ. ആവർത്തന പുസ്തകം പറയുക, ഇന്ന് അവൻ എന്റെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരിക്കൽ യേശു കർത്താവ് തിരുവെഴുത്തുമായി യേശു പള്ളിക്കകത്ത് കയറി വചനം വായിച്ചു. ചെവി തുറന്നു കേട്ടു. വചനം വായിച്ച യേശു പറയുക, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുകയാണ്. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് തട്ടി 1 മിനിറ്റ് ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്ത്. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുക. യെശയ്യാവ് പ്രവചിച്ച പ്രവാചക പുസ്തകം യേശു തുറന്ന് വായിച്ചിട്ട് പറയുക, ഇത് ഇന്ന് ഞാൻ വായിച്ച കാരണത്താൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന് ഇന്ന് നിവർത്തി വന്നിരിക്കുക. ഈ ഞായറാഴ്ച ദിവസം നീ നോക്കി പറ, ഈ ഞായറാഴ്ച എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ഈ ഞായറാഴ്ച എന്റെ അടയാളത്തിന്റെ ദിവസമാണ്. ഇത് ജൂലൈ മാസം 7-ാം തീയതി. നിനക്ക് ബ്ലോക്കായി കിടക്കുന്ന മെയിലുകളെല്ലാം വരട്ടെ. നിനക്ക് ബ്ലോക്കായി വരുന്ന ഫോൺ വിളികളെല്ലാം വരട്ടെ. നിനക്ക് ബ്ലോക്കായി കിടക്കുന്ന നന്മകളെല്ലാം തുറന്നു വരട്ടെ. നിനക്ക് ബ്ലോക്കായി കിടക്കുന്ന വിഷയത്തിൽ കാര്യം സാധിപ്പിച്ചു തരട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ ഇന്ന് ദൈവം യുദ്ധം ചെയ്ത് തോൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.